ഇന്ന് ഇലാസ്റ്റിക്കിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ടോ. ഇലാസ്റ്റിക് എന്താണെന്ന് അറിയാത്ത ആരും തന്നെ ഇല്ലല്ലോ. ഇത് നമ്മൾ സ്കേർട്ടിലും പാൻറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റിങ്സിൽ വരാതെ ഉണ്ടോ? അങ്ങനെ ചിലർക്കൊരു പ്രശ്നമുണ്ടല്ലേ. അതെന്താണെന്നറിയോ, നമ്മൾ ഇതിന്റെ മെഷർമെന്റ് കറക്റ്റായിട്ട് എടുക്കാത്തതുകൊണ്ടാണ്. ഇലാസ്റ്റിക് നമ്മുടെ വേസ്റ്റിനനുസരിച്ച് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എത്രത്തോളം എടുക്കണമെന്ന് പലർക്കും സംശയമാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഇലാസ്റ്റിക് നമുക്ക് പല വിട്ടിൽ കിട്ടും. അതായത് നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് മുതലുള്ള ഇലാസ്റ്റിക് ഉണ്ട്. ഇലാസ്റ്റിക് ത്രെഡ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇലാസ്റ്റിക് ത്രെഡ് നമ്മൾ യൂസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ യോക്ക് പോർഷനിൽ ബേബി ഫ്രോക്കുകളിൽ ഇപ്പോൾ നമ്മുടെ ലേഡീസിന്റെ ടോപ്പുകളിലൊക്കെ ആണെങ്കിലും ഷിറിങ് എന്നും പറഞ്ഞൊരു ഈ ഫോട്ടോയിൽ ഞാൻ കാണിക്കാം. അതിൽ കാണുന്ന പോലെയാണ് ഷിറിങ് എന്ന് പറയുന്നത്. ആ ഷിറിങ് ചെയ്യാനാണ് ഇലാസ്റ്റിക് ത്രെഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്ലീവിലൊക്കെ ഒരു ചെറിയൊരു ചുരുക്കൊക്കെ വരാനും ഈ ഇലാസ്റ്റിക് ത്രെഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ഇലാസ്റ്റിക് അവൈലബിൾ ആണ്. പല വിട്ടിലുള്ള എനിക്ക് തോന്നുന്നു ഒരു 4 ഇഞ്ച് വിട്ട് മുതൽ ഇലാസ്റ്റിക് അവൈലബിൾ ആണ്. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഒരു 3/4 ഇഞ്ച് വീതിയുള്ള ഒരു ഇലാസ്റ്റിക് ആണ്. അതുപോലെ 2-2.5 ഇഞ്ച് വരെയൊക്കെ ഇലാസ്റ്റിക് അവൈലബിൾ ആണ്. അപ്പോൾ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് വേസ്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വേസ്റ്റ് അളവ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് അളവിനെക്കാട്ടിലും ഒരു 3 മുതൽ 5 വരെയൊക്കെ നമുക്ക് ഇലാസ്റ്റിക് കുറയ്ക്കാം. അതായത് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വേസ്റ്റ് അളവ് 30 ആണെങ്കിൽ, അതായത് എൻ്റെ അരവണ്ണം 30 ആണെങ്കിൽ ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് 30 ഒരു 3 കുറച്ചെടുത്താൽ മതി. 27 ഇഞ്ച് നീളം എടുത്താൽ മതി. 3 മുതൽ 5 വരെ കുറക്കാൻ കിട്ടും. അതായത് നമ്മുടെ ഇലാസ്റ്റിക്കിന്റെ ഇലാസ്റ്റിസിറ്റി സ്ട്രെച്ച് അനുസരിച്ച് നമുക്ക് ഇതിന്റെ നീളം കുറക്കാം. സ്ട്രെച്ച് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു 5 ഇഞ്ച് വരെ നമുക്ക് കുറയ്ക്കാം. അതായത് എൻ്റെ വേസ്റ്റ് അളവ് 30 ആണെങ്കിൽ എനിക്കൊരു 25 ഇഞ്ച് നീളം എടുത്താൽ മതി. കറക്റ്റ് അളവിൽ കിട്ടും. ഓരോ ഇലാസ്റ്റിക്കിനും ഇലാസ്റ്റിസിറ്റി വ്യത്യാസം ഉണ്ടാവും. വേസ്റ്റ് അളവിന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നല്ല രീതിക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇലാസ്റ്റിക് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ടൈറ്റ് ആവാതെ എന്നാൽ ഒത്തിരി ലൂസായി പോകാതെ കറക്റ്റ് ഫിറ്റിൽ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.